തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ രാവിലെ ഡൽഹി പറഞ്ഞതാ മാധ്യമങ്ങളോട്, ഈ വാഴൂട്ടോളം വാർഡിനോട് ചേർന്നാണല്ലോ എന്റെ കൊടുങ്ങാനൂർ വാർഡ് വരുന്നത്. ഞാൻ കൊടുങ്ങാനൂർ വാർഡിൽ നിൽക്കുകയായിരുന്നു രാവിലെ 11-11:30 മണിക്ക്. അപ്പോഴാണ് വാഴൂട്ടോളം വാർഡിൽ നിന്ന് പ്രവർത്തകർ വിളിച്ചിട്ട് പറയുന്നത് കൗൺസിലർ ഇവിടെ നിൽക്കാൻ വേണ്ടി ഇവിടുത്തെ CA അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ മോശപ്പെട്ട വാക്കുകൾ വോട്ടർമാരുടെ മുമ്പിൽ വെച്ച് ഉപയോഗിച്ചു. ഞാൻ നേരെ വാഴൂട്ടോളം വാർഡിൽ ചെല്ലുകയും കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറെ അപ്പോൾ തന്നെ ഞാൻ വിളിച്ചിട്ട് അവിടെ നടന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അന്വേഷിച്ച് അദ്ദേഹത്തിനും ഈ വിപിൻ ചെയ്ത കാര്യങ്ങളിലെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം 6 മണിക്ക് പോളിംഗ് കഴിയുന്നവരെ വിപിൻ അവിടെ നിന്ന് കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇടപെട്ട് മാറ്റി നിർത്തി. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, അദ്ദേഹം പറയുമല്ലോ. ഈ വിപിൻ വിപിൻ ക്രമസമാധാന പാലനത്തിൽ വീഴ്ച വരുത്തുന്നതുകൊണ്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുവെന്ന് അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് പോളിംഗ് ദിനത്തിൽ 11:30 മണി മുതൽ 6 മണി വരെ അദ്ദേഹത്തിന് വാഴൂട്ടോളം ഭാഗത്ത് നിൽക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ ജെ പി നഡ്ഡാജി BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ JP നഡ്ഡാജി പങ്കെടുത്ത പരിപാടി, ആ പരിപാടി 9:40 ആയപ്പോഴേക്കും ഇദ്ദേഹം മൈക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ അതിനുശേഷം LDFന്റെ വാഹനങ്ങൾ 10 മണി വരെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ 9:40 ആയപ്പോഴേക്കും BJPയുടെ എല്ലാ മൈക്ക് സെറ്റുകളും ഇദ്ദേഹം ബലം പ്രയോഗിച്ച് ഓഫ് ചെയ്തു. അതിനുശേഷം 10 മണി 10 വരെ LDFന്റെ എല്ലാ വാഹനങ്ങളും അതിൽ ഓടുകയായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ തന്നെ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ശക്തമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും, നാട്ടിലെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊക്കെ പോയതിനു ശേഷം മാധ്യമപ്രവർത്തകർ നിങ്ങളുടേതായ രീതിയിൽ ഇന്നലെ ഇവിടെ വെടിവെപ്പ് നടത്തിയപ്പോൾ എത്ര പേരാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് അന്വേഷിച്ചു നോക്കൂ. ഇന്ന് വേണ്ട, തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മതി. 14 വയസ്സായ ഒരു കുട്ടിയുടെ നേർക്ക് തോക്ക് ചൂണ്ടേണ്ട എന്ത് സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു? സ്വന്തം അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിലവിളിച്ചാണ് കുട്ടികൾ പേടിച്ചിട്ട് ഭയന്നിട്ട്. ആ കുട്ടിയുടെ നേർക്ക് 14 വയസ്സായ കുട്ടിയുടെ നേർക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ്. അതിന്റെ ഇളയതാണ് മറ്റൊരു കുട്ടി. പിന്നെ സുഹൃത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ഇത്രയും പോലീസുകാർ നിൽക്കുമ്പോഴേക്കും നിലവിളിക്കാനല്ല എന്താ സാധിക്കുന്നത്? ഇത്രയും പേരും അവിടുത്തെ ഒരു ജീവനക്കാരൻ സുഖമില്ലാത്ത ആളാ, പൈസ വാങ്ങിക്കാൻ വന്നതാണ് ആശുപത്രി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സുഹൃത്തിന്റെ സഹോദരൻ ഇത് അറിഞ്ഞുകൊണ്ട് വന്നു. ഇത്രയും പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആകാശത്തേക്ക് വെടിവെക്കേണ്ട എന്ത് സാഹചര്യം ഉണ്ടായിരുന്നു? നിങ്ങൾ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ നാളെ നിങ്ങൾ അന്വേഷിച്ച് നോക്ക്, അല്ലെ പോലീസിന്റെ ഇന്റലിജൻസ് വഴി അന്വേഷിച്ച് നോക്ക്. അങ്ങനെയൊക്കെ തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടെന്ന് നിരന്തരം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് സ്വന്തമായിട്ടൊരു ക്രെഡിറ്റിന് വേണ്ടി. ഇനി വെടിവെച്ച് കാപ്പ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത ഓഫീസറാണ്, അതുകൊണ്ട് ഭാവിയിൽ ഒരു ഗുഡ് എൻട്രിയൊക്കെ കിട്ടിയിട്ട് എനിക്കിപ്പോ തന്നെ അങ്ങ് എന്തെങ്കിലുമൊക്കെ നേടിക്കളയാമെന്നുള്ളൊരു വ്യാമോഹമാണ് ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ ഇത് നാടിന് അപകടമാണെന്നാണ് പറയാൻ.